അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. നമ്മൾ എല്ലാ സമയത്തും അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ചോദിച്ചു കൊണ്ടേ ഇരിക്കണം. ഏത് സമയത്താണ് അള്ളാഹു നമുക്ക് ഉത്തരം നൽകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എന്നാലും ചില പ്രത്യേക ദിവസങ്ങളിൽ, ചില പ്രത്യേക സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കും നമ്മുടെ പ്രാർത്ഥനകൾക്കും കുറച്ചും കൂടി എഫക്റ്റ് കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റു സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കാളും വേഗത്തിൽ ഈ സമയങ്ങളിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, 5 രാവുകളിൽ ദുആ സ്വീകരിക്കപ്പെടും. അതിൽ 1 വെള്ളിയാഴ്ച രാവാണ്, 2 വലിയ പെരുന്നാൾ രാവിൽ, 3 ചെറിയ പെരുന്നാൾ രാവ്, 4 റജബ് മാസത്തിലെ ആദ്യ രാവ്, 5 ശഅബാൻ പകുതിയുടെ രാവ്. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിൽ പ്രത്യേകിച്ചും ദുആ ചെയ്യുക. ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. പിന്നെ നാളെ പെരുന്നാളാണെന്ന് അറിഞ്ഞാൽ ആ രാത്രിയിൽ നമ്മൾ തീർച്ചയായും നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും പറഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്തു കൊണ്ടിരിക്കുക. ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും വേണ്ടി പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ്, ചെറിയ പെരുന്നാളിൻ്റെ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ആ രാവിൽ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും റബ്ബ് നിറവേറ്റിത്തരും. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണെന്ന് എല്ലാവർക്കും അറിയാം. വെള്ളിയാഴ്ച ദിവസത്തിൽ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ്. ഇതിൽ ഏത് നേരത്തുള്ള പ്രാർത്ഥനയ്ക്ക് നമുക്ക് അള്ളാഹുവിൽ നിന്ന് പെട്ടെന്ന് ഉത്തരം പ്രതീക്ഷിക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വെള്ളിയാഴ്ച ദിവസം നന്മകളും തിന്മകളും ഇരട്ടിയാക്കപ്പെടുന്നതാണ്. വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയിലുള്ള സമയം പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സമയമാണ്. ആ നേരത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒന്നാമത്തെ വഴി ഖിളിർ നബി അലൈഹിസ്സലാമിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തത്, പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം അസ്ർ നിസ്കാര ശേഷം യാ റഹ്മാനു യാ അല്ലാഹ് ഈ ഇസ്മുകൾ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ചൊല്ലുകയും ആവശ്യം മുൻനിർത്തി പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവൻ ചോദിച്ചത് അല്ലാഹു നൽകുക തന്നെ ചെയ്യും. യാ റഹ്മാനു യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ കരുണാനിധിയായ അല്ലാഹുവേ എന്നാണ് അർത്ഥം. അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയിൽ യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, കരുണാനിധിയായ അല്ലാഹുവേ, കരുണാനിധിയായ അല്ലാഹുവേ എന്ന് വിളിച്ചു കൊണ്ട് ഇരുന്നാൽ എങ്ങനെയാണ് പരമകാരുണികനായ അല്ലാഹുവിൻ ആ പ്രാർത്ഥന തട്ടിക്കളയാനാവുക? ഇൻഷാ അല്ലാഹ്, തീർച്ചയായും ഉത്തരം ലഭിക്കും. വെള്ളിയാഴ്ച അസറിന് ശേഷമുള്ള സമയം പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സമയമാണെന്ന് അറിഞ്ഞിട്ടും ആരും പാഴാക്കി കളയരുത്. ഏത് പ്രായക്കാർക്കും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത ടൈമാണെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ചൊല്ലി അള്ളാഹുവിനോട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ചോദിക്കാം. വെള്ളിയാഴ്ച ദിവസം സൽക്കർമ്മങ്ങൾ ചെയ്തവന് 10 ഇരട്ടി പ്രതിഫലം ലഭിക്കും. തിന്മ ചെയ്താലും അതുപോലെ തന്നെ. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് കൊണ്ടും ദിക്ർ കൊണ്ടും ഖുർആൻ കൊണ്ടുമെല്ലാം മനോഹരമാക്കുക. തെറ്റുകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുമല്ലോ. ഇൻഷാ അല്ലാഹ്, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഈ 5 രാവുകളിൽ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ മറക്കല്ലേ.